സ്വലാത്തു വസ്സലാം. 135-ാമത്തെ ഹിക്മത്താണ് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക. മാ സഹബക ഇല്ലാ മൻ സഹബക വഹുവ بعيبك عليم وليس ذلك إلا مولاك الكريم. ഇവിടെ എന്താ പറയുന്നറിയോ? യഥാർത്ഥ ഒരു ആത്മാർത്ഥനായ സഹവാസിയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കുക. മാ സഹിബക്ക ഇല്ലാമൻ സഹിബക്ക, മാ സഹിബക്ക നിന്നോട് സഹവസിച്ചിട്ടില്ല, ഇല്ലാമൻ ഒരുത്തനല്ലാതെ, സഹിബക്ക അവൻ നിന്നോട് സഹവസിച്ചിട്ടുണ്ട്, വഹുവ ബിഐബിക അലീം നിൻ്റെ എല്ലാ ന്യൂനതകളും അറിഞ്ഞുകൊണ്ട് തന്നെ നിൻ്റെ കൂടെ സഹവസിച്ച ഒരു സഹവാസി അല്ലാതെ ഇല്ല. ഒരാൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, പക്ഷെ അയാൾ നിൻ്റെ കൂടെ സഹവസിക്കുന്നത് എല്ലാ നിൻ്റെ ഫാൾട്ടും അറിഞ്ഞുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ആളപ്പുറത്തം കിട്ടില്ലേ? സ്വന്തം ഭാര്യ പോലും നമ്മളെ ഫാൾട്ട് അറിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ വീട്ടിൽ നിൽക്കുമോ? ഇല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോലെ ഞാൻ നിൻ്റെ പെരിപ്പോയിക്കോളാം അറിയും അല്ലേ? ഇത് നിൻ്റെ എല്ലാ ഫാൾട്ടുകളും എൻ്റെ ഫുൾ ന്യൂനതകളും ഫുള്ള് തിരിച്ചറിഞ്ഞ് നിൻ്റെ കൂടെ സഹവസിക്കുന്ന ഒരാളുണ്ട്. അയാൾ യഥാർത്ഥ സഹവാസി. ഒരു യഥാർത്ഥ സഹവാസി ആരാണ് എന്നാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. 2 ഗുണങ്ങളുണ്ടാവുന്നതാണ്. ഒരു ആത്മാർത്ഥനായ സഹവാസിക്ക് 2 ഗുണങ്ങളുണ്ടാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഗുണമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നിൻ്റെ കൂടെ അവൻ സഹവസിക്കുന്നുണ്ട്. ഓഹോ ബിഐബിക അലീം നിൻ്റെ എല്ലാ ന്യൂനതയും അവൻ അറിഞ്ഞുകൊണ്ട്. വലൈസ ദാലിക ഇല്ലാ മൗലാക്കൽ കരീം ഇതാരാണ്? വലൈസ ദാലിക അതില്ല ആരല്ലാതെ, ഇല്ലാ മൗലാക്കൽ കരീം നിൻ്റെ രക്ഷിതാവായ കരീമായ നിൻ്റെ രക്ഷിതാവായ നിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അല്ലാതെ വേറൊരാളും അല്ല. അപ്പം നിൻ്റെ ന്യൂനതകൾ ശ്രദ്ധിക്കുക. നമ്മളെ കൂടെ സഹവാസിക്കുന്ന വെച്ച് ഏറ്റവും ഉത്തമനായ ഒരു സഹവാസിക്ക് 2 ഗുണങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്തെ ഗുണം എന്താണ്? നിൻ്റെ എല്ലാ ന്യൂനതകളും അറിഞ്ഞുകൊണ്ട് അവൻ ആരുടെ കൂടെ സഹവസിക്കുന്നു? നിൻ്റെ കൂടെ സഹവസിക്കുന്നു എന്നുള്ളതാണ്. അതാര് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞത്? മൗലാന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? അള്ളാഹു ആണ്. നിൻ്റെ അള്ളാഹു അല്ലാതെ വേറെ ആളും ഇല്ല എന്നുള്ളർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ സഹവാസം നമ്മൾ എന്ത് ചെയ്യണം? ശരിക്ക് തിരിച്ചറിയണം. ആ ഓർമ്മ നമുക്കുണ്ടാവണം. നമ്മളെ കൂടെ എല്ലാ ന്യൂനതകളും അറിഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ ഉണ്ട് ആര്? അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് പ്രത്യക്ഷമായും ആളുകൾ കാണുന്നിടത്ത് മാത്രമല്ല സ്വകാര്യ സമയത്തും നമുക്ക് എന്തുണ്ടാകണം? ഒരു മര്യാദ അദബ് ഉണ്ടാകണം. കാരണം നമ്മുടെ കൂടെ എല്ലാം കണ്ടും കൂട്ടിക്കൊണ്ട് എല്ലാ ഫാൾട്ടും എവിടെയുണ്ടോ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സഹവാസി ആരുടെ കൂടെ ഉണ്ട്? നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും അദബ് നമ്മൾ പാലിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു വിരോധിച്ച കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ നമ്മൾ പോകുന്നതിനെ തൊട്ട് നമ്മൾ വഷളത്തരം നമുക്കുള്ള ലജ്ജ ഉണ്ടാകണം. കാരണം അവൻ കാണുന്നുണ്ട് എന്ന ലജ്ജ നമുക്കുണ്ടാകണം. അവൻ കൽപ്പിച്ചിടത്ത് വരാത്തതിലും നമുക്ക് എന്തുണ്ടാകണം? ലജ്ജ ഉണ്ടാകണം. കാരണം നമ്മളെ ന്യൂനതകൾ അറിഞ്ഞുകൊണ്ട് നമ്മളിവിടെ സഹവസിക്കുന്ന സഹവാസിയാണ് ആര്? സർവശക്തനായ അള്ളാഹു. അങ്ങനെ ഒരാൾക്ക് തോന്നി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഥാർത്ഥ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. സഹാബികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശരിയായ നിലക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ലജ്ജിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ഞങ്ങൾ ലജ്ജിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ് അങ്ങനെ ലജ്ജിച്ചു എന്ന് തൊള്ളോണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം എന്തില്ല കാര്യമില്ല. ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അൻതഹ്ഫദൽ റഅസ വമാ ഹവാ തലനെ സൂക്ഷിക്കുക, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളത് സൂക്ഷിക്കുക. തല സൂക്ഷിക്കുക പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളത് സൂക്ഷിച്ചാൽ തന്നെ അത്യാവശ്യം സൂക്ഷിക്കാറുണ്ട് അല്ലേ? എത്ര എളുപ്പമുണ്ട് അറിയോ? ഏതാ സൂക്ഷിക്കേണ്ടത്? കണ്ണ്, ചെവി, നാവ്, മൂക്കും വേണേ സൂക്ഷിച്ചോളി. അപ്പോൾ ഇത് സൂക്ഷിച്ചാൽ തന്നെ കുറേ മനുഷ്യനെന്തായി? രക്ഷപ്പെട്ടു. പിന്നെ വൽബത്തിന് അമ്മ വയറിനെ സൂക്ഷിക്കുക. അതിലേക്ക് നിറക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒന്ന് ശ്രദ്ധിക്കുക. ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൽ മതി? കയറ്റിയാൽ മതി. വതദ്കുറൽ ഖബ്റ വൽ ബല ഖബറിനെ ഓർക്കുക, ഖബറിൽ നിങ്ങൾ ദ്രവിക്കുന്നതിനെ കുറിച്ച് ഓർക്കുക.
അങ്ങനെ ഒരാൾക്ക് ചിന്താഗതി വന്നാൽ തീർച്ചയായിട്ടും അവൻ ആരെ ലജ്ജിച്ചു? അള്ളാഹു ലജ്ജിച്ചു. അപ്പോൾ ഇവിടെ നിന്റെ കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താ? നിന്റെ എല്ലാ ഫാൾട്ടുകളും അറിഞ്ഞുകൊണ്ട് നിന്റെ കൂടെ ഒരാൾ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിനക്ക് എല്ലാത്തിൽ നിന്നുണ്ടാവും സലാമത്തുണ്ടാവും. അപ്പം എനിക്ക് ലോകമാന്യത ഉണ്ടാവില്ല, അല്ലെങ്കിൽ നീ എന്നുള്ള റോള് അവിടെ ഉണ്ടാവില്ല. കാരണം എല്ലാം സ്വകാര്യമായി ആരറിയുന്നുണ്ട്? നിന്നോടൊക്കെ അറിയുന്നുണ്ട്, രക്ഷിതാവായ ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഈ അർത്ഥത്തിൻ്റെ പരിശുദ്ധ ഖുർആൻ ആയത്തിൽ ഇങ്ങനെ ഒരു നിഗൂഢമായ അർത്ഥം സൂഫിയാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കാണാം. ഇന്നല്ലാഹ അശ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും. അല്ലേ? അള്ളാഹു തആല മുഅ്മിനീങ്ങളിൽ നിന്ന്, ശ്രദ്ധിക്കും, അള്ളാഹു തആല മുഅ്മിനീങ്ങളിൽ നിന്ന് അവരെ മുതലും സമ്പത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഖുർആനിലെ ആയത്ത് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു ആയത്തില്ലേ? മുഅ്മിനീങ്ങളിൽ നിന്ന് സമ്പത്തും മുതലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഖുർആനിലെ ആയത്തുള്ളത്. എന്തിനാണ് അള്ളാഹു തആല വാങ്ങേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ആര് തന്നെയല്ലേ? എല്ലാം ആരതാണ്? അള്ളാഹുവിൻ്റെ ആണ്. പിന്നെ എന്തിനാ നമ്മളടുത്ത് ഇൻ്റെ സാധനം എന്തിനാ ഞാൻ പിന്നെ കായെടുത്ത് വാങ്ങണത്? അതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്താണ് അള്ളാഹു തആല പറഞ്ഞ എൻ്റെ ഹിക്മത്ത്? എൻ്റെ ഹിക്മത്ത് എന്താണ്? ഒന്ന്, അള്ളാഹു തആല നമ്മളടുത്ത് നിന്ന് ന്യൂനതകൾ കണ്ടുകൊണ്ട് തന്നെ അത് മടക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സാധനം വാങ്ങുന്നുണ്ട്. വേങ്ങുന്ന ആൾക്ക് കച്ചവടം, ഇവിടെ സാധനം വേങ്ങുന്ന ആൾക്കാരായി ഈ സാധനം എന്താണെന്ന് തള്ളിപ്പൊളിയാണെന്ന്. അരക്കായ്ക്ക് പറ്റില്ല എന്ന് ആർക്കറിയാം? വേങ്ങുന്ന ആൾക്കറിയാം. കാരണം നമ്മളീ കൊടുക്കുന്ന സാധനം ഒന്നിനും പറ്റൂല, ഫുള്ള് കേടുന്ന സാധനം തന്നെയാണെന്ന് വേങ്ങുന്ന ആൾക്കാർക്ക് അറിയാം, അള്ളാഹു തആലക്ക് അറിയാം. അപ്പോൾ എല്ലാ ന്യൂനതകളും അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സാധനം വേങ്ങുകയാണ് ആര്? അള്ളാഹു തആല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റിലെങ്കിൽ ഒരാഴ്ച മുമ്പ് കവറ് പൊട്ടിച്ചതാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പുതിയ പീസ് തന്നാളിന്നാ പറയാം, അല്ലേ? ഇത് വേണ്ട, പഴയത് വേറെ പെട്ടിട്ട് തന്നാളി വരും. ചിലപ്പോൾ അയാൾ തന്നെ പെട്ടിയിലാക്കിയിട്ട് വേറെ കൂടുന്നില്ല, എന്നാലും നമുക്ക് പുതിയ കിട്ടണം എന്നുള്ളതാണ്. അത്രയും ന്യൂനത ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ. ഇവിടെ നമ്മളെല്ലാ ന്യൂനതകളും മനസ്സിലാക്കിയിട്ട്, ഫുൾ ന്യൂനതയും മനസ്സിലാക്കിയിട്ട്, എല്ലാം മനസ്സിലാക്കിയിട്ടും ഫുൾ നഷ്ടക്കച്ചവടമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരും നടത്തുന്നത്? അല്ലാഹു തആല നടത്തുന്നത്. ഒരു കാര്യത്തിനും പറ്റാത്ത സാധനം എന്നിട്ടും വില കൊടുത്ത് വേങ്ങുകയാണ് ആര്? സർവശക്തനാണ്. അപ്പം അല്ലാഹു തആല വില കൊടുത്ത് വേങ്ങി എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഒരു ചില അർത്ഥം ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ന്യൂനതകൾ അറിഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല വരുന്നത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് ആയത്തിന് മറ്റൊരർത്ഥമുണ്ട്. ഒരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ പൂർണ്ണമായി എന്ത് ചെയ്യണം? അത് അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ യഥാർത്ഥ ഏതാവുള്ളൂ? കച്ചവടമാവുള്ളൂ. അല്ലാതെ ഒരു സാധനം നമ്മളവർക്ക് കച്ചവടമൊക്കെ കായൊക്കെ വാങ്ങിയിട്ട് ഇജ് കൊണ്ടേക്കോ, എനിക്ക് വലിയ തൃപ്തിയൊന്നും ഇല്ല, എന്നാലും തൽക്കാലം ഇജ് കൊണ്ടേക്കോ എന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങോ? അത് ഒരു വിൽപ്പനാവോ? അല്ല. അങ്ങനെ പറഞ്ഞാൽ വിൽപ്പനാവില്ല. എനിക്ക് പൊരുത്തൊന്നുമില്ല, ഇജ് കൊണ്ടേക്കോ, എനിക്ക് ഏതായാലും കായ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താവും? അത് വിൽപ്പനാവില്ല. ഇവിടെ യഥാർത്ഥ വിൽപ്പന ആകണേ എന്ത് ചെയ്യണം? യഥാർത്ഥ വിൽപ്പന ആകണമെങ്കിൽ പൂർണ്ണമായ സാധനം വിട്ടുകൊടുക്കണം. അപ്പം അല്ലാഹു തആല രണ്ട് സംഗതി നമ്മൾ ചെയ്യുന്നത്. ഈ സാധനം പൂർണ്ണമായി ആർക്ക് വിട്ടുകൊടുക്കുകയാണ്? അല്ലാഹു തആല കൊടുക്കും. അപ്പം അധികം ആളുകളും വേണ്ട രീതിയിൽ ഇവിടെ കച്ചവടം നടത്തുന്നില്ല. അങ്ങനെ പുള്ളിപ്പോൾ ആരും എന്ത് ചെയ്യില്ല, അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുന്നത്. രണ്ടാമത് വേങ്ങണ ആളെന്ത് ചെയ്യണം? പുള്ളി തൃപ്തി ഇല്ലാതാണ് ഈ സാധനം തരുന്നത്. എന്നാൽ തരുന്ന സാധനത്തിന് വല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അള്ളാഹു തആല ഇങ്ങനെ ആലോചിച്ച് നോക്കി. ബുക്കണ സാധനത്തിന് നമ്മൾ തൃപ്തി ഇല്ലാതെ കൊടുക്കണേ, എന്നാൽ അതിനനുസരിച്ച് വല്ല ക്വാളിഫിക്കേഷൻ ഈ സാധനത്തിന് ഉണ്ടോ? എന്നിട്ട് അള്ളാഹു തആല എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അള്ളാഹു തആല എന്ത് ചെയ്യണം? സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് സർവശക്തനായ ആര്? അള്ളാഹു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ സഹവാസി, നമ്മളെല്ലാ ന്യൂനതകൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ സഹവസിക്കുന്നവനാണ് ആര്? സർവശക്തനായ അള്ളാഹു. അതാണ് ഒന്നാമത് സഹവാസിക്കുണ്ടായിരിക്കേണ്ട യോഗ്യത. രണ്ടാമത്തെ യോഗ്യതയാണ് പറയുന്നത് ഖൈറു മൻ തസ്ഹബു. എൻ്റെ ബാക്കി കാണാം, അല്ലേ? ഖൈറു മൻ തസ്ഹബു മൻ യത്ലുബുക ലക ലാ ലശൈഇൻ യഊദു മിൻക ഇലൈഹി. നീ സഹവാസിക്കുന്ന ഏറ്റവും ഉത്തമൻ മൻ ഒരുത്തനാണ് യത്ലുബുക, അവൻ നിന്നെ തേടുന്നുണ്ട്, ലക്ക നിനക്ക് വേണ്ടി. നിന്നെ തേടാൻ നിന്റെ സാന്നിധ്യം, നീ അവനിലേക്ക് അടുക്കലിനെ ആര് തേടുന്നുണ്ട്? അല്ലാഹു തആല
തീർന്നുണ്ട്. നമ്മൾ അവനിലേക്ക് അടുക്കണം എന്നാണ് ആരാഗ്രഹം? അള്ളാഹ്. ആ ആഗ്രഹം അള്ളാഹു തആല വെച്ച് പുലർത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരെ, എന്നെ ഇഷ്ടപ്പെടുക, എൻ്റെ അടുത്തേക്ക് വരിക എന്ന് അള്ളാഹു തആല നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അടുക്കാൻ വേണ്ടി അള്ളാഹു തആല ആഗ്രഹിക്കുകയും ചെയ്യുക. എന്നിട്ട് ആ ആഗ്രഹിക്കണ ഫുൾ ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടു. നമ്മൾ അള്ളാഹിലേക്ക് അടുത്തില്ല വെച്ചിട്ട് അള്ളാഹ്ക്ക് വല്ല ചെയ്തുണ്ടോ? വല്ല നഷ്ടമുണ്ടോ? നമ്മളങ്ങനെ അടുപ്പിക്കുക. ആർക്ക് വേണ്ടി? നമ്മളെ കിട്ടാൻ വേണ്ടി ഓരോ പണിയെടുക്കുക. നമ്മളാണ്ട് അടുപ്പിക്കാൻ നോക്കുക. ആര്? അള്ളാഹു തആല. ചെയ്യണതൊക്കെ ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ കൂട്ടുകാരൻ, ഇതാണ് ഏറ്റവും വലിയ സഹവാസി. ഒരാളും നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ കാര്യത്തിന് വേണ്ടി ഒരാളും എന്ത് ചെയ്യില്ല, കൂട്ടൂല. ഒരാൾ നമ്മളൊപ്പം കൂട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാര്യം കിട്ടും, അല്ലാതെ അയാൾ എന്ത് ചെയ്യില്ല, ഒപ്പം കൂട്ടൂല. കൂട്ടുമോ? ആ, അങ്ങനത്തെ ആൾക്കാർ. എൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്യേണ്ട പോരാ എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു സ്വാർത്ഥത അതിൻ്റെ പിന്നിലുണ്ടോ? ഇവിടെ നിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് പോരാ എന്ന് പറയുന്നവൻ ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു തആലയേ ഉള്ളൂ. ലശിء يعود منك اليه. നിന്നിൽ നിന്ന് ഒന്നും അങ്ങോട്ട് മടങ്ങാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? നിന്നിലേക്ക് എന്ത് ചെയ്യുന്നത്? അവൻ നിന്നെ അടുക്കാൻ വേണ്ടി അവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു സഹവാസിക്കുക. നമ്മൾ സഹവസിക്കേണ്ട വ്യക്തിക്ക് 2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മളെ ന്യൂനതകൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊപ്പം കൂട്ടാൻ പറ്റിയ ആളെ നമ്മൾ മനസ്സിലാക്കണം. രണ്ട് ഗുണം ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മളെല്ലാ ഫാൾട്ടും അറിഞ്ഞിട്ട് ആ മൊയിലാൻ ഞങ്ങൾ ചെയ്തോളി, സാരില്ല, ഞാൻ ആരോടും പറയില്ല, ഇങ്ങനെ ഒപ്പം നടന്ന് നമ്മളൊപ്പം നിന്ന് കൂടി എല്ലാത്തിനും നിന്ന് എല്ലാം നമ്മൾ അങ്ങോട്ട് കാട്ടണ കുതിരകളെയൊക്കെ അഡ്ജസ്റ്റ് അങ്ങോട്ട് തല്ലിക്കോളി, നിങ്ങൾ ഉന്തിക്കോളി, നിങ്ങൾ വെച്ച് പറഞ്ഞ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കിട്ടണം. ഇത് നമുക്ക് കിട്ടൂല. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗുണവും ഇങ്ങോട്ട് തരാതെ ഫുള്ള് അങ്ങോട്ട് ഗുണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടണം. ഈ നിലക്കുള്ള സഹവാസിയെ നമുക്ക് കിട്ടൂല, ആരല്ലാതെ അല്ലാഹുവല്ല. അതുകൊണ്ടാണ് മനുഷ്യന് സഹവാസിക്കുന്ന സഹവാസികൾ വെച്ച് ഏറ്റവും വലിയ സഹവാസി ആരാണ്? അള്ളാഹു ആണ് എന്ന് മനുഷ്യൻ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അള്ളാഹു തആലയാണെങ്കിലോ, അള്ളാഹു ആരാണ്? ഫഅാലൻ ലിമാ, ശ്രദ്ധിക്കാം, ഫഅാലൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവനാണ്. അവന് ആരെയാണോ വേണ്ടത് അവരെ ഇഷ്ടപ്പെടും. അവൻ ഇഷ്ടപ്പെടാൻ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ ഇഷ്ടപ്പെടാൻ വേറെ കാരണം വേണമെന്നില്ല. അല്ലാഹു തആല ഒരു അടിമനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വേറെ അടിമയ്ക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. അല്ലെ അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടത് അയാൾ ഇന്ന ഗുണങ്ങൾ കൊണ്ടാണെന്ന് പറയാനില്ല. അല്ലാഹു തആല കാരണങ്ങളില്ലെങ്കിലും ആർക്ക് അല്ലാഹു തആലക്ക് ഒരു അടിമയെ എന്ത് ചെയ്യാം? ഇഷ്ടപ്പെടാം. അല്ലാഹു തആല ചില അടിമകളെ വെറുക്കും. അല്ലാഹു തആല ചില അടിമകളെ വെറുക്കുന്നത് അവരുള്ള ഉപദ്രവം പേടിച്ചിട്ടല്ല. നമ്മളൊരാളെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ്? അവനൊന്നും ദുൽമുണ്ട്, അവനൊന്നും ഇല്ല, അടുക്കാൻ പറ്റില്ല, അവനൊപ്പം കൂടാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ വല്ല അവനത്തിൽ അകലും. അല്ലാഹു തആല ആരിൽ നിന്നോ അകലുന്നോ അത് അവൻ്റെ ഇടങ്ങാറ് പേടിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെ പേടിച്ചിട്ട് പഠിച്ചോ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ആരിലില്ല, അല്ലാഹുവിൻ്റെ അടിമയിൽ ഇല്ല. ചില ആളുകൾ അല്ലാഹു തആല അടുപ്പിക്കുന്നു. ഒരമലും ചെയ്യാതെ ചില ആളുകൾ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അവനിലേക്ക് അല്ലാഹു തആല അടുപ്പിക്കുന്നു. ചില ആളുകൾ അല്ലാഹു തആല ഒരു തെറ്റും ചെയ്യാതെ തന്നെ അകറ്റുന്നു. കാര്യമായ തെറ്റും ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ തെറ്റ് ചെയ്തിട്ട് അള്ളാഹുലേക്ക് വളരെ അടുത്തിട്ടുണ്ടാവും. അത്ര തെറ്റ് ചെയ്യാത്ത ചിലപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ടാവും? അകറ്റിയിട്ടുണ്ടാവും. അത് അവൻ എന്തൊക്കെ ചെയ്യുന്നു അത് അവൻ്റെ ഇഷ്ടം. അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കില്ല, അടിമകൾ നമുക്കില്ല. പക്ഷെ അല്ലാഹു തആല സംബന്ധിച്ചിടത്തോളം ഒരു രീതിയുണ്ട്. അള്ളാഹുവിൻ്റെ അതാണ് ഹക്കീക്കത്ത്. അള്ളാഹു പറഞ്ഞാൽ അതാണ്. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് ശരീഅത്ത് നമ്മൾ മനസ്സിലാക്കുക. ഹിക്മത്ത് എങ്ങനെയാണ്? ഹിക്മത്ത് പറഞ്ഞാൽ അല്ലാഹു തആല ഒരാളോട് എന്ത് ചെയ്യൂല? ദുൽമ ചെയ്യൂല എന്നുള്ളതാണ്. അല്ലാഹു തആല ആരോടും എന്ത് ചെയ്യൂല? ദുൽമ ചെയ്യൂല. അത് നമുക്ക് ഉറപ്പിക്കാം. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ തിയറി. ഓനൊരാൾ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണ്ട? ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു അമലില്ലാതെ തന്നെ ചിലപ്പോൾ ഒരാൾ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടാം. ഒരു സുജൂദും ചെയ്യാത്ത ആളെ ചിലപ്പോൾ എവിടെ കിടത്താം? സ്വർഗത്തിൽ കിടത്താം. ഫുൾ ടൈം സുജൂദിൽ കിടന്ന ആളെ ചിലപ്പോൾ എവിടെ കിടത്താം? നരകത്തിൽ കിടത്താം. അതുകൊണ്ടല്ലേ മലക്കുകൾ ഫുൾ ടൈം സുജൂദ് കിടന്നിട്ടൊന്നും കരയണത്. ഒരിക്കലും നരകത്തിൽ പോകാത്ത ആളാണല്ലോ ആര്? മാലിക്, നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക് റളിയല്ലാഹു അൻഹു, അല്ലേ, അലൈഹിസ്സലാം. അവര് പേരും നരകത്തിലൂടെ പേടിക്കുന്നുണ്ട്. കാരണം അല്ലാഹു തആല വിചാരിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇടാം. നരകം കടച്ചപ്പോൾ വലിയ ജിബ്രീൽ അലൈഹിസ്സലാമുള്ള പ്രമുഖരായ മലക്കുകളൊക്കെ കരഞ്ഞിരുന്നു എന്നാണ്. എന്തിനാ അവർ കരയണ്?
അള്ളാഹ്ക്ക് ഇങ്ങനെ തോന്നണമെങ്കിൽ ചെയ്തുകൂടാ? ഇല്ലല്ലോ. ആരോടെയും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അള്ളാഹു തആല ഒരാളെ ഇഷ്ടപ്പെടുന്ന അയാളുടെ പ്രവൃത്തി കൊണ്ടല്ല, അള്ളാഹു തആല ഒരാളെ വെറുക്കുന്ന അയാളെ പേടിച്ചിട്ടല്ല, അയാളെ ഉപദ്രവം കൊണ്ടല്ല. പക്ഷെ ഇതൊക്കെയാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. പക്ഷെ അള്ളാഹു തആല സംബന്ധിച്ചിടത്തോളം ഹിക്മത്തിൽ എന്താ ഉള്ളത്? അള്ളാഹു തആല ഒരാളോടും എന്ത് ചെയ്യൂല, ദുൽമ ചെയ്യൂല. നല്ല ആൾക്കാരെ അള്ളാഹു തആല അടുപ്പിക്കല്, അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ കൺകാഴ്ചയിൽ അങ്ങനെയാണ് കാണുന്നത്. നല്ല ആൾക്കാർ അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? അടുപ്പിക്കുന്നുണ്ട്. മോശമായ ആൾക്കാർ അള്ളാഹു തആല അകറ്റുന്നുണ്ട്. പണിയെടുക്കണതനുസരിച്ച് അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? അവരിലേക്ക് പിന്നെയും പിന്നെ ഇങ്ങനെ ഉഷാറാക്കുന്നുണ്ട്. മോശങ്ങളനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അള്ളാഹു തആല ഇങ്ങനെ മാറ്റിക്കൊണ്ട്, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമ്മൾക്ക് അങ്ങനെ കാണിച്ചിരുന്നത്. പക്ഷെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ടവനല്ല, അവനക്ക് എന്തും ചെയ്യാം. അപ്പം അത്രയും വലിയ ഒരു സഹവാസിയാണ് സർവശക്തനായ അള്ളാഹു. ആ അള്ളാഹുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സഹവസിക്കേണ്ടത്. അവനുള്ള ഏറ്റവും വലിയ സഹവാസികൾ 2 ഗുണങ്ങൾ ഇവിടെ ആർക്കേ ഉള്ളൂ? സർവശക്തനായ അള്ളാഹുവിനെ ഉള്ളൂ. അള്ളാഹു നമ്മൾ പറഞ്ഞു കേട്ടതെല്ലാം നാഫിയാൽമാക്കി മാറ്റുമാറാകട്ടെ.